ഹലോ എവ്രിവൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസാണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1-ാം സമ്മാനം, 2-ാം സമ്മാനം, 3-ാം സമ്മാനം, 4-ാം സമ്മാനം, 5-ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ക്ലാസ് 2 ഇംഗ്ലീഷ് ആനുവൽ എക്സാം ആയിരുന്നു. എക്സാം ഈസി ആയിരുന്നു എല്ലാവർക്കും? വളരെ എളുപ്പമല്ലേ? യെസ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ലിസൺ ആൻഡ് മാർക്ക്. ടീച്ചർ നിങ്ങൾക്ക് അത് വായിച്ചു തന്നിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എ ഫ്രോഗ് ഈസ് സിറ്റിംഗ് ഓൺ എ മഷ്റൂം. ഒരു ഫ്രോഗ് മഷ്റൂമിൻ്റെ മുകളിൽ ഇരിക്കുന്നു. ഓൺ ആണ്, അപ്പോൾ മുകളിൽ. അതേതാണ്? ഇതാണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആൻ എലിഫൻറ്റ് ഈസ് ഈറ്റിംഗ് എ ബനാന. എലിഫൻറ്റ് ഒരു പഴം കഴിക്കുന്നു. അപ്പോൾ ഇതേതാ കറക്റ്റ്? ഇതാണ് കറക്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, എ ഡക്ക് ഈസ് സ്വിമ്മിങ് ഇൻ ദ വാട്ടർ. ഡക്ക്, താറാവ് വെള്ളത്തിൽ നീന്തുന്നു. ഏതാ കറക്റ്റ്? ഇതാണ് ശരി ഉത്തരം. ഓക്കെ. A star is in the sky. A boy and a girl are looking it. എന്താണ്? ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആകാശത്തുള്ള സ്റ്റാറിനെ നോക്കുന്നു. ഇതാണ് പെൺകുട്ടിയും ആൺകുട്ടിയും സ്റ്റാറിനെ നോക്കുന്ന. ഇത് മൂണാണ്. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. ആക്ടിവിറ്റി 2 കോൺവെർസേഷൻ ആയിരുന്നു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഫാദർ ചോദിക്കുന്നുണ്ട്, ഡാനി വൈ ആർ യു ലേറ്റ്? ഇപ്പോൾ ഡാനി എന്താ പറയുന്നേ? റോബോട്ടിൻ്റെ ബാറ്ററി ചാർജ് ലോ ആയിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയെന്ന് പറഞ്ഞു. അപ്പം മദർ, ഹൂ ഹെൽപ് യു ടു റീചാർജ് റോബോട്ട്സ് ബാറ്ററി? റോബോട്ടിൻ്റെ ബാറ്ററി റീചാർജ് ചെയ്യാൻ സഹായിച്ചപ്പോൾ ഡാനി മറുപടി പറയുന്നു. ചെറിയ കോൺവെർസേഷൻ ആയിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ ആക്ടിവിറ്റി റീഡ് ആൻഡ് ഫൈൻഡ് ആണ്. എ ക്ലെവർ ബേർഡ്. എ ലിറ്റിൽ ബേർഡ് മെയ്ഡ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ എ ട്രീ. ദ ട്രീ വാസ് നിയർ എ സ്മോൾ ഹൗസ്. എവറി മോർണിംഗ് ദ ബേർഡ് സാങ് സ്വീറ്റ് സോങ്സ്. വൺ ഡേ ദ ബേർഡ് saw എ cat near the tree. The little bird was afraid. The bird flew to the house. It made a loud sound near the window. The boy in the house came out. The cat ran away. ഒരു പക്ഷിയുണ്ട്, മരത്തിലാണ് കൂടുണ്ടാക്കിയിരുന്നത്. അതിനടുത്തൊരു ചെറിയൊരു വീടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ആ പക്ഷി പാട്ട് പാടും. അങ്ങനെ ഒരു ദിവസം ഒരു ക്യാറ്റ് ട്രീയുടെ അടുത്ത് വന്നു. പക്ഷി പേടിച്ചു പോയി. ആ കിളി എന്ത് ചെയ്തു? ആ വീടിൻ്റെ അടുത്തേക്ക്, ആ സ്മോൾ ഹൗസിൻ്റെ അടുത്തേക്ക് പറന്നു പോയി. എന്നിട്ട് ആ വിൻഡോയുടെ അടുത്ത് നിന്നിട്ട് കുറച്ച് സൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ ഒരു ആൺകുട്ടി എന്ത് ചെയ്തു? വീടിൻ്റെ പുറത്തേക്ക് വന്നു. ആ പൂച്ച ഓടിപ്പോയി. ദ ലിറ്റിൽ ബേർഡ് മെയ്ഡ് ഇറ്റ്സ് നെസ്റ്റ്. എവിടെയാണ് ഉണ്ടാക്കിയത്? നെസ്റ്റ് ഉണ്ടാക്കിയത് എവിടെയാണ്? ഓൺ എ ട്രീ. എവറി മോർണിംഗ് ദ ബേർഡ്, എല്ലാ ദിവസവും രാവിലെ പക്ഷി എന്താ ചെയ്യുക? സാങ് സ്വീറ്റ് സോങ്സ്, മധുരമായ പാട്ട് പാടും. ദ ബേർഡ് കോൾഡ് ഫോർ ഹെൽപ്പ് ബൈ. ആരെയാണ് ഹെൽപ്പിന് വേണ്ടി വിളിച്ചത്? എങ്ങനെയായിരുന്നു? മേക്കിംഗ് എ ലൗഡ് സൗണ്ട് നിയർ ദ വിൻഡോ. Who came out of the house? അപ്പോൾ ആര് പുറത്തു വന്നു? എ ബോയ്. Why did the little bird go to the house? എന്തുകൊണ്ടാണ് ആ കൂട്ടിൽ നിന്നും ആ ഹൗസിൻ്റെ അടുത്തേക്ക് ബേർഡ് പറന്നു പോയത്? എന്തുകൊണ്ടാണ്?
It saw a cat near the tree. നാലാമത്തെ ചോദ്യം ഡിസ്ക്രിപ്ഷൻ ആണ്. റൈറ്റ് 3 സെൻറ്റൻസ് അബൌട്ട് ദ പിക്ചർ. 3 സെൻറ്റൻസ് എഴുതിയാൽ മതി. ഇതിലിപ്പോൾ എന്താണ്, 4 ബേർഡ്സ് ട്രീയിൽ ഇരിപ്പുണ്ട്. വള്ളം ഒരാൾ തുഴഞ്ഞു പോകുന്നുണ്ട്. ഒരു പക്ഷി ചിറകിട്ടടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. ഒരു ലോട്ടസ് വിരിഞ്ഞ് നിൽപ്പുണ്ട്. ട്രീയുടെ ഷോറിൻ്റെ അടുത്ത് എന്തുണ്ട്, ഒരു ഹൗസ് കാണുന്നുണ്ട്. ഇതിലേതെങ്കിലും 3 സെൻറ്റൻസ് എഴുതുക. There are 4 birds sitting on a branch of the tree. There are 4 birds sitting on a branch of the tree. A man is rowing a boat in the river. A man is rowing a boat in the river. A lotus is blooming in the river. Okay, ഇതൊക്കെ എഴുതാം. ആക്ടിവിറ്റി 5 ആഡ് മോർ ലൈൻസ് ആണ്. ഇവിടെ സ്റ്റാർ മുകളിൽ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. ദ സ്റ്റാർ ഇൻ ദ സ്കൈ ലുക്ക് ഡൗൺ ആൻഡ് ഡൗൺ, സ്മൈൽഡ് അറ്റ് എ ട്രീ ആൻഡ് ദ ട്രീ സ്മൈൽഡ് ബാക്ക്. അപ്പോൾ ഇവിടെ അടുത്ത ആരാണ് തിരികെ ചിരിക്കുന്നത്? ആരാണ്? ബേർഡ് ഉണ്ട്. ദ സ്റ്റാർ ഇൻ ദ സ്കൈ ലുക്ക് ഡൗൺ ആൻഡ് ഡൗൺ, സ്മൈൽഡ് അറ്റ് എ ബേർഡ് ആൻഡ് ദ ബേർഡ് സ്മൈൽഡ് ബാക്ക്. അതുപോലെയൊക്കെ എന്ത് എഴുതാം? ദ സ്റ്റാർ ഇൻ ദ സ്കൈ ലുക്ക് ഡൗൺ ആൻഡ് ഡൗൺ, സ്മൈൽഡ് അറ്റ് എ ഫ്ലവർ ആൻഡ് ദ ഫ്ലവർ സ്മൈൽഡ് ബാക്ക്. ഇവിടെ ട്രീയുടെ സ്ഥലത്തും ബേർഡിൻ്റെ സ്ഥലത്തും എന്ത് കൊടുക്കാം? ഫ്ലവർ കൊടുക്കാം. നിങ്ങൾ ഓരോരുത്തരും ഓരോന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് എക്സാം വളരെ എളുപ്പമായിരുന്നു. എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6 കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് 3 അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.